എറണാകുളം കോട്ടപ്പടിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും വനപാലകർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആനകളെ തുരത്തുന്നതിനിടയിലായിരുന്നു കാട്ടാനകൾ പാഞ്ഞെടുത്തത്. വനപാലകർ ഓടിമാറുകയായിരുന്നു. ജനവാസ മേഖലയിലാണെന്ന് തോന്നുന്നു. അതിന് വനപാലകരുടേതല്ലാത്ത ശബ്ദവും കേൾക്കുന്നുണ്ടല്ലോ. അതായത് സ്ഥിരമായ ആനശല്യമുള്ള മേഖലകൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലടക്കം ഇറങ്ങുന്ന ഒരു മേഖലയിലാണ്, ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഇങ്ങനെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടുകൂടി ഭയന്ന് നാട്ടുകാർ വനപാലകരോട് പരാതി പറഞ്ഞിരുന്നു. അതിന് തുടർന്നാണ് ഇതിനെ തുരത്തുന്നതിന് വേണ്ടി, കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടി വനപാലകരുടെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘം നാട്ടുകാർ പോയത്. ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇവർക്കൊപ്പം തന്നെ. ഇതിനിടയിലാണ് പെട്ടെന്ന് കാട്ടാനക്കൂട്ടം സാധാരണ നിലയിൽ ഒരുമിച്ച് പോകുന്നതിനിടയിൽ അത് കൂട്ടം തെറ്റി ആക്രമിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു പതിവില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ മുന്നോട്ട് പോയത്. എന്നാൽ ഇതിനിടയിൽ ഒരു ആന തിരിഞ്ഞു വന്ന് ആളുകൾക്ക് നേരെ തിരിയുകയായിരുന്നു. അത് കോട്ടപ്പടി കുറുവക്കോണം ഭാഗത്ത് വെച്ചാണ്. ജനവാസ മേഖലയിൽ ഇങ്ങനെ പതിവായി തന്നെ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. കുട്ടിയാന ഉൾപ്പെടെയുള്ള കാട്ടാനകളാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ഇവിടെ പതിവാണ്. അത്തരത്തിൽ നാട്ടുകാർ പരാതികളെല്ലാം പറഞ്ഞു വനപാലകരെ വിവരം അറിയിച്ചു. ഈ ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു കൊമ്പൻ വനപാലകർക്ക് നേരെ തിരിഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അല്പദൂരം ഈ ആളുകൾക്ക് നേരെ പാഞ്ഞതിന് ശേഷം കൊമ്പൻ തിരികെ വീണ്ടും കാട്ടാനക്കൂട്ടത്തിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. തലനാരിഴയ്ക്ക് തന്നെയാണ് വനപാലകർ രക്ഷപ്പെട്ടത്. ആ ഒരു ടീം, നാട്ടുകാരടങ്ങുന്ന, ഉദ്യോഗസ്ഥരടങ്ങുന്ന ആ സംഘം രക്ഷപ്പെടുകയും ചെയ്തത്. മുമ്പും ഇത്തരത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക് നേരെയും ഒപ്പം തന്നെ വനപാലകർക്ക് നേരെയും എല്ലാം തന്നെ കാട്ടാനകളുടെ ആക്രമണങ്ങൾ നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ജനവാസ മേഖലയിൽ തന്നെ എത്തി കൃഷി നശിപ്പിക്കുന്നതും എല്ലാം തന്നെ പതിവാണ്. അങ്ങനെ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയെന്ന് അറിഞ്ഞാണ് വനപാലകർ അവിടെ എത്തിയത്. ആ ഒരു സമയത്താണ് ഒരു കൊമ്പൻ ഇവർക്ക് നേരെ ഓടിയെടുത്തത്.